ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. മഴ പെയ്ത് തോർന്നാലും മരം പെയ്യും പോലെ നിരവധി ഓർമ്മകളുണ്ട് മാധ്യമപ്രവർത്തന ജീവിതത്തിൽ എന്റെ മനസ്സിൽ. അതിൽ പ്രധാനപ്പെട്ടത് ചാനലുകൾക്കായി പ്രവർത്തിച്ചിട്ടുള്ള ഇന്റർവ്യൂസ് ആണ്, ബൈറ്റുകളാണ്, മറ്റ് ആളുകളെ മീറ്റ് ചെയ്ത ഓർമ്മകളാണ്. അത്തരത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണ് പ്രിയപ്പെട്ട ദാസാറിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ദാസാർ എന്ന് വിളിച്ചിട്ടാണ് യേശുദാസിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇന്റർവ്യൂ നിർത്തിയിട്ട് പറഞ്ഞു, എന്നെ രാജീവ് വർഷങ്ങളായിട്ട് അറിയാലോ, ദാസേട്ടൻ എന്ന് വിളിച്ചാൽ മതി. പിന്നെ മുഴുനീള ഇന്റർവ്യൂവിൽ ദാസേട്ടൻ എന്ന് വിളിച്ചിട്ടാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ആ ഓർമ്മകൾ ഇന്നും സൂക്ഷിച്ചുകൊണ്ട് ഈ ഇന്റർവ്യൂ നിങ്ങൾക്കായി സമർപ്പിക്കും. പത്മശ്രീ കെ ജെ യേശുദാസ് ഒരു സിനിമാ പിന്നണി ഗായകനോ ശാസ്ത്രീയ സംഗീതജ്ഞനോ മാത്രമല്ല, മലയാളിയുടെ ഗാനാസ്വാദന സംസ്കാരത്തെ രൂപപ്പെടുത്തിയ, കാലത്തെ അതിജീവിക്കുന്ന ഒരു ശബ്ദാനുഭവമാണ്. ഒരഭിമുഖം. ആ കാലഘട്ടത്തിലെ ഗാനങ്ങൾ ശ്രവ്യസുന്ദരങ്ങളായിരുന്നു. അത് കാൽപ്പനിക കവിതകളായിരുന്നു. അത്തരത്തിലുള്ള ഗാനങ്ങളെ ഇന്ന് ദൃശ്യവൽക്കരിക്കുന്നത് പെർഫോമിംഗ് വേസിലാണ്. അതിന് ദാസേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇതിനകത്ത് നമുക്ക് ഇപ്പോഴത്തെ ഗാനങ്ങൾ മോശമാണെന്നോ അല്ലെങ്കിൽ പഴയ ഗാനങ്ങളാണ് ഏറ്റവും നന്നായിരുന്നതെന്ന് നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളും നല്ലത് ഏറ്റവും എളുപ്പമായിട്ട് നോക്കിയാൽ മതി. ഏതൊരു ഗായകനും അല്ലെങ്കിൽ ഇപ്പോഴുള്ള പുതിയ ജനറേഷന് അവരുടെ ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ദാസേട്ടന് കിട്ടിയ ആ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് ആഗ്രഹമാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് കമ്പോസ് ചെയ്യാൻ ആളുണ്ട്, പാട്ട് എഴുതാൻ ആളുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് പീപ്പിൾ, അവർ സെലക്ട് ചെയ്യുന്ന സ്റ്റോറിയുടെ ഇതും പിന്നെ അതുകൂടാണ്ട് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതും അതുപോലെ ആകുന്നതുകൊണ്ട് അതിനോട് യോജിക്കുന്നത് ആരാണോ. വെള്ളിപ്പാത്രം വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് വെറും തകരത്തിൻ്റെ പാത്രമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്ന് പറയുമ്പോൾ, അല്ല വെള്ളിപ്പാത്രമേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കില്ല. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. ആ സിറ്റുവേഷൻ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പാവപ്പെട്ടവൻ്റെ വീടോ അല്ലെങ്കിൽ ഒരു ചട്ടിയും കലവും വെക്കുന്നിടത്ത് ഇത് തെറ്റല്ല. ഒരു ചട്ടിയും കലവും വെക്കേണ്ടടുത്ത് വെള്ളിപ്പാത്രം കൊണ്ട് വെച്ച് ഷൂട്ട് ചെയ്യില്ല. അപ്പോൾ ചട്ടിയും കലത്തിൻ്റെയും ആ ഒരു ലെവലിൽ ആര് ഉണ്ടാക്കുന്നോ അവനെ തേടിപ്പോവും. ഇപ്പോൾ അത് കുറവാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയാം. എന്താണ് സിറ്റുവേഷൻ എന്നുള്ളതിനാണ് നമ്മൾ മുഖ്യമായിട്ട് എടുക്കേണ്ടത്. ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡയറക്ടറുടെ ഭാവനയിൽ എന്ത് വരുന്നോ അതാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്.